2023 ഡിഗ്രി മെയിൻസ് റേഷ്യോ 3:4 തമ്മിലുള്ള റേഷ്യോ പദത്തിൽ 7 കൂടി രണ്ടാം പദത്തിൽ 7 കൂടി നമുക്ക് 30 പദങ്ങളുടെ തുകയായി ഇവിടെ വേണ്ട സമാന്തര ശ്രേണിയുടെ തുക 10,877 എന്ന് രണ്ടുപേരും കൂടെ 13ഉം 18ഉം ആദ്യത്തെ ദിവസം 31 പേരും ഓരോന്ന് എക്സ്ട്രാ 33. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കാര്യമായി പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. 100% നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾ 2 ഘട്ടമാക്കിയതിനു ശേഷം പ്രിലിംസ് പരീക്ഷകൾക്ക്, മെയിൻസ് പരീക്ഷകൾക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കൃത്യമായും പഠിക്കും. ഈ ഒരു ടോപ്പിക് അങ്ങ് സെറ്റാക്കും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മാത്സിൻ്റെ സിലബസിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് കിടക്കുന്ന ഒരു സാധനമാണ് പ്രോഗ്രഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കീഴിൽ നിന്ന് എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് മുഴുവൻ ഈ ഒരു ക്ലാസ്സിലൂടെ ആകുമ്പോൾ നമ്മൾ എല്ലാ അർത്ഥത്തിലും പഠിച്ചു മാറും. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന, ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുന്ന എല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അതിൽ ആദ്യം തന്നെ കിടപ്പുണ്ട് ഡിഗ്രി ലെവൽ 2025. ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് 2 ഘട്ടമാക്കിയതിനു ശേഷം വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കൃത്യമായി ഓർഡറിൽ ചെയ്തു പോവുകയാണ്. ഇപ്പം നിലവിൽ നമ്മൾ നമ്പേഴ്സ് കൃത്യമായും പഠിച്ചു മാറി, ക്ലോക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിച്ചു മാറി, ഫ്രാക്ഷൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായി നമ്മൾ പഠിച്ചു മാറി, പ്രോഗ്രഷൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ക്ലാസ്സും കൂടെ ആവുമ്പോൾ കൃത്യമായും നമ്മൾ പഠിച്ചു മാറും. ഇങ്ങനെ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ ചെയ്ത് കൃത്യമായ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പോകുന്നവരൊന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. 100% ഡിഗ്രി ലെവൽ എഴുതുന്നവർക്ക് ആ പ്ലേലിസ്റ്റ് 100% പ്രയോജനപ്പെടും. ബാക്കി ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്തിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. തീർച്ചയായും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക് ടേൺ എന്ന് തന്നെയാണ്. അതിൽ നിങ്ങൾ ജോയിൻ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം അതിൽ ഈ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഓരോ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ നൽകി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായും സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ ടോപ്പിക്ക് ഇന്ന് തീരുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു PDF കൂടെ നമ്മൾ ആ ഒരു ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. അതും കൂടെ കൃത്യമായും ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ടെലിഗ്രാമിലും മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ആ സെർച്ച് ചെയ്യുന്നിടത്ത് ട്രിക് ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN. നിങ്ങൾക്ക് ആ ചാനൽ കാണാൻ പറ്റും. ജോയിൻ ചെയ്യുക. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അതുവഴി വേണമെങ്കിലും ആ ലിങ്ക് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്നും പറയുന്ന കാര്യമാണ്, നമ്മുടെ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഈ ചാനൽ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി AP 7, 12, 17 എക്സെട്ര. മലയാളത്തിൽ പറഞ്ഞാൽ 7, 12, 17 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുണ്ട് 7, 12, 17. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ അവസാനത്തെ പദം ഉണ്ടോ എന്ന് നോക്കണം. ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അവസാനത്തെ പദം ഇല്ല. ഉണ്ടോ? ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ അവസാനത്തെ പദം ഇല്ല. അവസാനത്തെ പദം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാനുള്ള ചോദ്യമാണെങ്കിൽ അവസാനത്തെ പദം ഉണ്ടോ നോക്കണം. അവസാനത്തെ പദം ഉണ്ടെങ്കിൽ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് ഇക്വേഷൻ. ഇത് വെച്ച് കുറേ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ അവസാനത്തെ പദം ഇല്ല. മക്കളെ, ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദം ഇല്ല എങ്കിൽ അവരുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഒന്നുകൂടെ പറയുന്നു, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഒന്നുകൂടെ പറയുന്നു, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. വൺസ് അഗെയിൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്നവർ ഒരു 5 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെ തന്നെ പറയണം. ഒരു സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ചോദ്യം വന്നു. നമ്മൾ നോക്കിയപ്പോൾ ഇതിന്റെ അവസാനത്തെ പദം ഇല്ല. ആ ചോദ്യത്തിൽ അവസാനത്തെ പദം ഇല്ല എങ്കിൽ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അവസാനത്തെ പദം ഇല്ല എങ്കിൽ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അവസാനത്തെ പദം ഇല്ല എങ്കിൽ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇനി 2 പ്രാവശ്യം കൂടെ നിങ്ങൾ പറയണം, എനിക്ക് വയ്യ. അപ്പൊ ഇവിടെ നോക്കുക, 7, 12, 14, 17 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ തുക കാണണം. അവസാനത്തെ പദമില്ല, തുക കാണാൻ S എന്ന് പറഞ്ഞ സം. S n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണോ അത്. എത്ര പദമാ? 15 പദങ്ങളുടെ തുക എന്നാണ്. 15/2 ഇൻറ്റു 2a. a എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്, ആദ്യ പദം 7 അപ്പൊ 2a എന്ന് പറഞ്ഞാൽ 2 7 14 പ്ലസ് n-1 15 15ൽ നിന്ന് 1 പോയാൽ 14 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. ഈ പൊതുവ്യത്യാസം കാണുമ്പോഴേ നമുക്കറിയാം 7 12 7 12 12 17 5 വീതം കൂടിക്കൂടിയാ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റ് അങ്ങ് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 14 പ്ലസ് 14 ഇൻറ്റു 5. ചില ദുർബല നിമിഷത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും, 14 14 കൂട്ടിയിട്ട് ഇൻറ്റു 5 ചെയ്യാൻ. ചെയ്യരുത്. നമ്മൾ ബോഡ്മാസ് റൂൾ പ്രകാരം ഇവിടെ ഇൻറ്റുവും പ്ലസ്സും ഉണ്ട്. ആദ്യം ഇൻറ്റു ചെയ്തിട്ട് വേണം പ്ലസ് ചെയ്യാൻ. 14 ഇൻറ്റു 5 മക്കളെ 70 70ഉം 14 കൂട്ടുമ്പോൾ 84. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 84 കിട്ടി. അപ്പോൾ 15/2 ഇൻറ്റു 84. ഓക്കെ ആണോ? ഇനി 2ഉം 84ഉം കൂടെ നമുക്ക് 2 കൊണ്ട് വെട്ടാം. മക്കളെ, 2 കൊണ്ട് വെട്ടിയാൽ ഈ സാധനം 42 ആവും. 42 ഗുണം 15 എന്താണോ അതാണ് നമ്മുടെ ഉത്തരം. 42 ഗുണം 10 420. 42 ഗുണം 5 എന്ന് പറഞ്ഞാൽ 420ന്റെ പകുതി 210. അങ്ങനെ 420ഉം 210 ചേർത്ത് നമ്മുടെ ഉത്തരം 630. 630 ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദം ഇല്ല എങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതിൽ n 15/2 ഇൻറ്റു 2a. a എന്ന് പറഞ്ഞാൽ 7, 2a എന്ന് പറഞ്ഞാൽ 2 7 14. 15ൽ നിന്ന് പോയി 14. 14 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5. 14ഉം 5 ഗുണിക്കുമ്പോൾ 70. 70ഉം 14 കൂട്ടുമ്പോൾ 84. 15/2 ഇൻറ്റു 84. 2ഉം 84 ഹരിക്കുമ്പോൾ 42 വരും. 15 ഗുണം 42. നമ്മുടെ ഉത്തരം 630. സെറ്റാണ്. മുമ്പോട്ട് പോകാം. ചോദ്യം അടുത്തത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കഴിഞ്ഞ 2-3 കൊല്ലത്തിനിടയിൽ ഈ ഭാഗത്തു നിന്ന് PSC ചോദിച്ച, PSCക്ക് ഈ 3 കൊല്ലത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേഷൻസ് കുറച്ചുണ്ട്. ചിലർക്ക് ചെയ്യാനായിട്ട് ഒരിച്ചിരി ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം കുറച്ചുണ്ടിത്. പക്ഷെ ഇതൊരു 4 പ്രാവശ്യത്തോളം ഈ 2-3 പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട് ഈ 2-3 വർഷത്തിനിടയിൽ.
അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡൽ, പ്രത്യേകം നോക്കിക്കോണം. 2022 ഡിഗ്രി മെയിൻസിന് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഹൗ മെനി ടേംസ് ഓഫ് 2, 10, 18 മസ്റ്റ് ബി ടേക്കൺ ടു ഗീവ് എ സം ഓഫ് 552? മലയാളത്തിൽ പറഞ്ഞാൽ 2, 10, 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ തുക 552 ആവാൻ എത്ര പദങ്ങൾ എടുത്തു കൂട്ടണം? ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുണ്ട്, 2, 10, 18 ഇങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ കൂട്ടിയാൽ 552 കിട്ടും? ഹൗ മെനി ടേംസ് ഷുഡ് ആഡഡ്? നമ്പർ ഓഫ് ടേംസ് ആണ് കാണണ്ടേ. എത്ര പദങ്ങൾ കൂട്ടിയാൽ മക്കളെ 552 കിട്ടും എന്നതാണ് ചോദ്യം. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ആത്മാർത്ഥമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് പരീക്ഷാ ഹാളിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. അവസാനത്തെ പദം 552 ആണ്, എന്ന് കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1 കൊടുക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ കൊടുക്കാൻ തോന്നും, കൊടുക്കരുത്. കാര്യം ഇത് പദമല്ല, ഇവരുടെ തുകയാണ് 552. അപ്പൊ ഇതെല്ലാം കൂടെ ഇവരിലുള്ള ആളുകളെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 552 തുക കിട്ടും. ആ തുക കിട്ടാൻ എത്ര ആളുകളെ എടുക്കണം? ഹൗ മെനി ടേംസ്, നമ്പർ ഓഫ് ടേംസ് കാണണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ തുക 552. ഓക്കെ, അപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദം ഇവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അവരുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരട്ടെ, n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് അവരുടെ തുക. അവരുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ഈ തുകയാണ് നമ്മളോട് പറയുന്ന 552. ഓക്കെ ആണോ? ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് n കാണണം. ഇനി നമുക്ക് അറിയാവുന്ന ഡേറ്റകളൊക്കെ ഇട്ട് കൊടുക്കുക. n നമുക്കറിയത്തില്ല, അതുപോലെ കൊടുത്തു. ഇനി 2a, a എന്ന് പറഞ്ഞാൽ 2, 2a എന്ന് പറഞ്ഞാൽ 4 പ്ലസ് n-1 നമ്മൾ അതുപോലെ കൊടുത്തു. d എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലായി ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് നമുക്കറിയാം. 8 വീതം കൂടിയാ പോകുന്നത് 8 ഈക്വൽ ടു 552. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, ചെയ്യണം. ഇനി നമുക്ക് വേറൊരു വഴിയില്ല. അപ്പം നമ്മൾ ഈ n/2 അതുപോലെ എഴുതി, ഇൻറ്റു 4 അതുപോലെ എഴുതി. ഇനി ഈ 8 നോക്കിക്കോണം, അകത്തേക്ക് കൊടുത്തു. 8 അകത്തേക്ക്, ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാവരെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 8 n കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 8n ആണ്. 8 -1 എന്നൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -8 ആണ്, ഈക്വൽ ടു 552. ഇനി n/2 ഇൻറ്റു നമ്മൾ ഈ 8n അങ്ങ് ആദ്യം എഴുതി, 8n. ഓക്കെ, 4-ൽ നിന്ന് 8 പോയാൽ നമുക്കെല്ലാവർക്കും അറിയാം -4 ആണ്. 4 - 8 എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം -4 ആണ്. അപ്പം -4 ഈക്വൽ ടു 552. കുഴപ്പമുണ്ടോ? ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി. 8n - 4ൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 4 കോമൺ എടുക്കാമോ? ഈ ബ്രാക്കറ്റ് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. 8n - 4ൻ്റെ അകത്തുനിന്ന് 8nൽ നിന്നും ഒരു 4 ഉണ്ട്, 4ലും ഒരു 4 ഉണ്ട്. നമുക്കൊരു 4 കോമൺ എടുക്ക്. അപ്പം നമ്മൾ എഴുതി n/2 ഇൻറ്റു ഒരു 4 കോമൺ എടുത്ത് വെളിയിലോട്ട് എഴുതിയാൽ 8nൽ നിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി 4n ആണ്. 4 കോമൺ എടുക്കുന്നത്. 8nൽ നിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി 2n ആണ്. -4ൽ നിന്ന് 4 കോമൺ എടുത്താൽ ബാക്കി 1 ആണ്, ഈക്വൽ ടു 552. ഓക്കെ ആണോ? ഇനി പലരുടെയും ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാൽ, സാറേ സംഭവമൊക്കെ ഓക്കെയാണ്, ഈ കോമൺ എടുക്കുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് പിന്നെ ആരാ വരിക എന്നൊരു ഡൗട്ട് തോന്നും അല്ലേ?
ചിലർക്ക് തോന്നുന്നില്ല, ചിലർക്ക് അത് തോന്നും. അതുകൊണ്ട് പറയുകയാണ്, 4 ഇവിടുന്ന് കോമൺ എടുത്താൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ വരിക? ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ വരിക? ഈ 4 അകത്തേക്ക് കൊടുക്കുമ്പോൾ അത് ഇതാവണമല്ലോ. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആരാ വരിക എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെങ്കിൽ ശ്രദ്ധിക്കണേ. 8n-ൽ നിന്ന് 4 കോമൺ എടുത്താൽ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആര് വരും? ആര് വരുമെന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ 4 കൊണ്ട് അങ്ങ് ഹരിച്ചു നോക്കിയാൽ മതി. 8n-നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 2n, 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 1. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, കോമൺ എടുത്തു കഴിഞ്ഞ് അകത്താരാ എന്നറിയാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ അവരെ ആ കോമൺ എടുക്കുന്നത് കൊണ്ട് ഹരിച്ചാൽ മതി. 8n 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 2n, 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 1. ഇനി ഇത് വെട്ടിക്കളഞ്ഞു. ഈ 2ഉം 2 കൂടെ പോയപ്പോൾ 2 ആയി. ഈ 2ഉം 4 കൂടെ വെട്ടുമ്പോൾ ഒരു 2 2, ഈ 2 4. അപ്പൊ ഈ സാധനം എങ്ങനെ വരും? 2n × 2n - 1 = 552. ഇതാണ് നിങ്ങളുടെ ക്രൂഷ്യൽ പോയിന്റ്. ഈ സാധനം വരെ നിങ്ങൾ എങ്ങനെങ്കിലും എത്തണം. ബാക്കി നമുക്ക് പിടിക്കാം എങ്ങനെങ്കിലും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ വരെ ഞാൻ ഒന്നും കൂടെ പറയും. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പടപടേന്നൊന്ന് ചെയ്തു പോകും. ഈ സമാന്തര ശ്രേണിയുടെ തുക 552. എത്ര പേരെ വെക്കണം? ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദമില്ല എങ്കിൽ തുക കാണാൻ n/2 × 2a + n - 1 × d ആണ്. ഈ തുകയാണ് നമ്മളോട് പറയുന്ന 552. നമ്മൾ ഈ n/2 അതുപോലെ എഴുതി. a എന്ന് പറഞ്ഞാൽ 2, 2a എന്ന് പറഞ്ഞാൽ 4 പ്ലസ് n - 1 × d എന്ന് പറയുന്നത് 8 = 552. ഇനി നമ്മൾ ഈ n/2 എഴുതി, 4 എഴുതി, 8 അകത്തേക്ക് കൊടുക്കുമ്പോൾ +8n, -8 അകത്തേക്ക് കൊടുക്കുമ്പോൾ -8 = 552. നമ്മൾ ഈ n/2 എഴുതി. ഇനി 8n ആദ്യം എഴുതി. 4 - 8 എന്ന് പറഞ്ഞാൽ -4 ആണ്, = 552. നമുക്കെല്ലാവർക്കും അറിയാം 8n-ൽ നിന്നും 4-ൽ നിന്നും ഒരു 4 കോമൺ എടുക്കാം. അപ്പം നമ്മൾ n/2 എഴുതി, 4 കോമൺ എടുത്ത് വെളിയിൽ എഴുതി. 8n-ന്റെ സ്ഥാനത്തിന് എന്ത് വരും? 4 കൊണ്ട് ഹരിച്ചു നോക്കുക. കോമൺ എടുത്ത 4 അല്ലേ? 8n-നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 2n, മൈനസ് 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി 1 = 552. ഈ 2ഉം 4 കൂടെ വെട്ടുമ്പോൾ 2 ആവും. 2n × 2n - 1 = 552. ഓക്കെ. ഇനി എല്ലാവരും ഞാൻ അപ്പുറത്തെ പേജിലോട്ട് എഴുതുകയാണ്. നമുക്ക് കിട്ടിയത് എന്തുവാണ്? 2n × 2n - 1 = 552. ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2n അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവന്മാരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി n-ന്റെ വാല്യൂ കണ്ടുപിടിക്കും. ചില ആളുകൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ 2n അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4n² - 2n = 552. അപ്പോൾ ഈ 552 ഇപ്പുറത്തേക്ക് വന്ന് 4n² - 2n - 552 = 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആവും. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ -b ± √b² - 4ac/2a. അപ്പൊ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കിന് ഉത്തരം കിട്ടും. പക്ഷെ ഇത് ചെയ്തു വരുമ്പോഴത്തേക്കിന് PSC പരീക്ഷ കഴിഞ്ഞും കിട്ടും. ചിലർക്കാണ് ഇങ്ങനൊരു സാധനം അറിയത്തുമില്ല. ഓക്കെ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 4 ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഏതൊക്കെയാ 4 ഓപ്ഷൻസ്? പറ. 10, 12, 14, 16. 10, 12, 14, 16. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ ഇട്ടു നോക്കിയാൽ ഈ പറയുന്ന പോലെ 552 കിട്ടും എന്ന് നോക്കിയാൽ മതി. ആദ്യമേ ഇട്ടു നോക്കാം. ഇവിടെയും n ഇട്ടു നോക്കി 552 കിട്ടുമോ നോക്കാം. പക്ഷെ ഇതിൻ്റെ അകത്തിലെല്ലാം n ഇടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ്റെ അകത്തിൽ ഇവിടെ n-ന്റെ വാല്യൂ എന്ത് കൊടുത്താൽ 552 വരുമെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ എ 10. അപ്പം നമുക്ക് മക്കളെ 10 ഇടാം. പറ. 2 × n, 2 × 10 20 ഇൻറ്റു 2 × n 20. ഈ ഒരു സംഖ്യയുടെ ഇരട്ടിയും ഇരട്ടിയിൽ നിന്നൊന്ന് കുറയ്ക്കുമ്പോൾ 90, 552. അപ്പം 2n 2 × 10 20. 20-ൽ നിന്ന് പോയാൽ 19. ഇതൊരിക്കലും നമുക്ക് 552 കിട്ടില്ല സുഹൃത്തെ. കാര്യം എന്താ?
കാര്യം ഇത് ഗുണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആദ്യം 9 0 ഗുണിക്കണം. 9 0 ഗുണിച്ചാൽ ഇതിന്റെ അറ്റത്തെ നമ്പർ 0 ഒരിക്കലും 552 ആവില്ല. പിന്നെ അടുത്ത നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് 12 ഇട്ടു. അടുത്ത ഓപ്ഷൻ എന്നിന്റെ സ്ഥാനത്ത് 12 ഇട്ടു. 2n 2 ഗുണം 12 24 ഇൻറ്റു 2 ഗുണം 12 24 24 മൈനസ് 1 23. ഇത് 552 ആവുമോ നോക്കാം. ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. 3 4 12 3 4 12 3 4. അപ്പൊ അറ്റത്തെ നമ്പർ എന്തായാലും 2. അപ്പൊ ബാക്കിയും കൂടെ ഗുണിച്ചു നോക്ക്. അപ്പൊ 24 ഗുണം 23 552. നമുക്ക് 552 കിട്ടി. അപ്പോഴേ നിങ്ങൾ ഓർക്കണം, 552 കിട്ടാൻ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ ഇട്ട വില 12. സോ എന്നിന്റെ വാല്യൂ 12 എന്ന് മനസ്സിലാവും. ഇനി 14 16 നിങ്ങൾ വെറുതെ ഇടണ്ട, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. 14 ഇരട്ടി 28 ഇൻറ്റു 28 നിന്ന് പോയി 27. ഒരിക്കലും 552 ആവത്തില്ല. അറ്റത്തെ നമ്പർ 6 ആയിരിക്കും. ഇനി 16 ഇട്ട 16 ഇരട്ടി 32 ഇൻറ്റു 31. ഒരിക്കലും നിങ്ങൾക്ക് 552 അല്ല കിട്ടുക, 900 പോയി ഈ സാധനം. അപ്പോ എന്നിന്റെ സ്ഥാനത്ത് 12 വന്നാൽ മാത്രമേ ഈ വാല്യൂ കറക്റ്റ് ആവൂ. അപ്പൊ എന്നിന് 12 ഇട്ട് ഒന്നുകൂടെ പറഞ്ഞ് 2 ഗുണം 12 24. 24 1 പോയാൽ 23. 24 ഗുണം 23 ആണ് 552. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 552 കിട്ടണമെങ്കിൽ ഉറപ്പിച്ചോളുക, എന്നിന്റെ സ്ഥാനത്ത് 12 ആയിരിക്കണം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. ഈ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നും കൂടെ ഈ പോയിന്റിൽ വരെ എത്തുക, എന്നിട്ട് എന്നിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഈ പാറ്റേണിൽ 4ഓളം ചോദ്യങ്ങൾ ഡിഗ്രി ലെവലിന് പ്രിലിംസും മെയിൻസിന് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്, 2023 ഡിഗ്രി മെയിൻസിന്റെ ചോദ്യം. ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി സീക്വൻസ് 76 72 68 എക്സെട്രാ that must be added to get the sum 0 is dash. മലയാളത്തിൽ പറഞ്ഞാൽ 76 72 68 എക്സെട്ര ഈ സമാന്തര ശ്രേണിയുടെ തുക സം 0 ആവാൻ എത്ര ടേംസ് വേണം, അല്ലെങ്കിൽ എത്ര ടേംസുകൾ തമ്മിൽ കൂട്ടണം, അല്ലെ എത്ര ആളുകൾ കൂട്ടിയാൽ 76 72 68 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ തുക 0 ആവും. എങ്ങനെയുണ്ട്? ഇത് കുറച്ചു പേരെങ്കിലും തിരിച്ചു ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. സാറേ, ഇത്രയും പേരില്ലേ, ഈ സമാന്തര ശ്രേണിയുടെ തുകയൊക്കെ 0 വരുമോ? ഉറപ്പായും വരും. അങ്ങനെ പറയാൻ കാര്യം, ഈ സമാന്തര ശ്രേണി കണ്ടോ, കുറഞ്ഞാ പോകുന്നത്. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം -4. കാര്യം 76 72 68 ഇങ്ങനെ കുറഞ്ഞാ പോകുന്നത്. കുറഞ്ഞു പോകുമ്പോൾ എങ്ങനെ പോയാലും ഈ സാധനം നെഗറ്റീവ് സംഖ്യകളിലേക്ക് പൊക്കോണ്ടേയിരിക്കും. നെഗറ്റീവ് സംഖ്യകൾ ഒരുപാട് വരുമ്പോൾ, നെഗറ്റീവ് സംഖ്യകൾ തമ്മിലൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇത് 0 ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും 0 ആകത്തില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നെഗറ്റീവ് സംഖ്യകളൊക്കെ വരുവാണെങ്കിൽ, സമാന്തര ശ്രേണിയിൽ നെഗറ്റീവ് സംഖ്യകൾ ഉണ്ടെങ്കിൽ തുക ഉറപ്പായും 0 ആവും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ തുക 0 ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദമില്ല എങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, അവരുടെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് അവരുടെ തുക കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ഈ തുക കാണാൻ നമ്മളോട് തുക പറയുന്നുണ്ട് 0 ആണ്. തുക 0. നമുക്ക് n ആണ് കാണണ്ടേ. അപ്പം നമ്മൾ ആ n അതുപോലെ എഴുതി n/2 ഇൻറ്റു 2a. എടാ, ഒരു a എന്ന് പറയുന്നത് 76 ആണ്. അപ്പൊ 2a എന്ന് പറയുമ്പോൾ 2 ഗുണം 76 152 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് ചാടിക്കേറി 4 കൊടുക്കരുത്. ഇവിടെ 4 വീതം കുറഞ്ഞു പോവാണ്. അപ്പൊ d എന്ന് പറയുന്നത് -4 ആണ്, ഈക്വൽ ടു 0. അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 72 നിന്ന് 76 കുറച്ചാൽ -4, അല്ലെ 68 നിന്ന് 72 കുറച്ചാൽ -4 ഒക്കെയാണ്. ഇനി നമ്മൾ ആ n/2 അതുപോലെ എഴുതി.
152 അതുപോലെ എഴുതി. ഈ -4 അകത്തേക്ക് കൊടുക്കുമ്പോൾ -4ഉം എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -4n. -4ഉം -1ഉം രണ്ട് മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ +4 = 0. ഇത് അകത്തേക്ക് കൊടുക്കുന്ന നമുക്ക് ഒന്നുകൂടെ പറയാം. n/2 നമ്മൾ അതുപോലെ എഴുതി. 152 ഈ 4n -4 അകത്തേക്ക് കൊടുക്കുമ്പോൾ -4n. -4ഉം -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആണ്, +4 എന്ന് വരും = 0. ഇനി ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നാലും ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന പോലെ എന്നിൻ്റെ ടേം ആദ്യം നമുക്ക് എഴുതാം. n/2 ഇൻറ്റു എന്നിൻ്റെ ടേം ആദ്യം ഒരു സ്റ്റാൻഡേർഡ് റൂൾ പ്രകാരം n ആദ്യം കൊടുക്കണം. -4n എന്നിൻ്റെ ടേം -4n. 152 + 4 എന്ന് പറയുമ്പോൾ +156 ആണ് = 0. -4n ആദ്യം എഴുതി. 152 + 4 എന്ന് പറഞ്ഞാൽ 156 ആണ്. അപ്പം -4n വെറും 156 അല്ല, +156 = 0. നമുക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 4 കോമൺ എടുക്കാം, ഇതിൻ്റെ അകത്തുനിന്നും ഒരു 4 കോമൺ എടുക്കാം. എടുക്കത്തില്ലേ? 4n-ലും ഒരു 4 കോമൺ ഉണ്ട്, 156-ലും ഒരു 4 കോമൺ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിവിടെ n/2 എന്നെഴുതി ഇൻറ്റു 4 കോമൺ എടുത്തു. 4 കോമൺ എടുത്താൽ ബാക്കി അകത്ത് എന്ത് വരുമെന്നൊരു ഡൗട്ടുണ്ട്. അവരോട് പറയുന്നു -4n-ൽ 4 കോമൺ എടുത്താൽ ബാക്കി -n ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും അതെങ്ങനെ? കാര്യം -4n-നെ 4 കോമൺ എടുക്കാന്ന് പറഞ്ഞാൽ അകത്ത് 4 കൊണ്ട് ഹരിച്ച് -4ഉം 4ഉം വെട്ടിപ്പോയാൽ ബാക്കി -n പ്ലസ് 156-ന്റെ സ്ഥാനത്ത് എന്ത് വരുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ 4 കോമൺ എടുത്തേ 156-നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 156-നെ 4 കൊണ്ട് ഹരിച്ച് ബാക്കി 39 = 0. 156-നെ 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ -4ന്റെ സ്ഥാനത്ത് 4n-ന്റെ സ്ഥാനത്ത് 4 കോമൺ എടുത്താൽ എന്ത് വരും? -4n-നെ 4 കൊണ്ട് ഹരിച്ചാൽ ബാക്കി n -n. ഓക്കെ, ഇനി 156-ന്റെ സ്ഥാനത്ത് എന്ത് വരും? 156-നെ 4 കൊണ്ട് ഹരിച്ചാൽ 39. ഈ രണ്ടും ഇത് 4 വെട്ടുമ്പോൾ 2 വരും. 2n ഇൻറ്റു -n + 39 = 0 എന്ന് വരും. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ട ക്രൂഷ്യൽ പോയിന്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിൽ n-ൽ എന്ത് കൊടുത്താൽ 0 കിട്ടുമെന്ന് വെട്ടി നോക്കാം. പക്ഷെ ഓപ്ഷൻ എയോ ബിയോ ഓക്കെയാണ്. അല്ലെങ്കിൽ വെട്ടി നമ്മുടെ ഇടപാട് തീരും. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് വരെ നമ്മൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. 2n ഇൻറ്റു -n + 39 = 0. ഇവിടെ നിന്ന് n-ന്റെ വാല്യൂ എന്ത് കൊടുത്താൽ, അല്ലെ ഓപ്ഷനിൽ നമുക്ക് n-ന്റെ വാല്യൂ ഓപ്ഷനിൽ നിന്ന് എന്ത് കൊടുത്താൽ 0 കിട്ടുമെന്ന് ചെക്ക് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. 39, 43 അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാണ്. n-ന്റെ സ്ഥാനത്ത് നമുക്ക് 39 എന്ന് കൊടുത്താൽ എന്ത് വരും? n-ന്റെ സ്ഥാനത്ത് 39 കൊടുത്തു. പറ 2n 2 × 39. 2 × 39 എന്ന് പറഞ്ഞാൽ 78 ഇൻറ്റു -n-ന്റെ സ്ഥാനത്ത് 39 പ്ലസ് 39 0 ആണോ എന്ന് നോക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 0 വരും. എന്തുകൊണ്ടാ? -39 + 39 എന്തായാലും വെട്ടി 0 ആവും. 78 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പൊ 0 ആകണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കണം? 39 കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ 39 ആണ്. n-ന്റെ വാല്യൂ 39 കൊടുത്താൽ ഇത് 0 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 2n 2 × 39 നമുക്ക് പറയാം 78 ഇൻറ്റു -n. -n എന്ന് പറഞ്ഞാൽ -39 പ്ലസ് 39 = 0 ആണോ എന്ന് നോക്കാം. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് സോൾവ് ചെയ്താൽ ഇത് 0 ആവും. കാര്യം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് -2 + 2 0.
-1 + 1 0, -6 + 6 0. കാര്യം ഒരു പ്ലസ് സംഖ്യയും അതേ മൈനസ് സംഖ്യയും ഒരുമിച്ച് ചേർന്നാൽ 0 ആവും. വേണം ഇതൊന്ന് തിരിച്ചിട്ട് നോക്ക്. 39 - 39 കണ്ടോ, 39 - 39 0 ആണ്. അപ്പോൾ ഈ സാധനം 78 × 0 വന്നു. 78 × 0 0 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്തിട്ട് കൊടുത്താൽ 0 ആവും? ആദ്യത്തെ ഓപ്ഷനായ 39 ഇട്ട് കൊടുത്താൽ 0 ആവും. അപ്പോൾ ഇനി ബാക്കി ഓപ്ഷൻസുകളൊന്നും നമ്മൾ പരീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോ, പക്ഷെ പരീക്ഷയ്ക്ക് പോയി പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പോൾ എന്നിന്റെ വാല്യൂ ഓപ്ഷൻ എ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ 0 ആയി. സോ എന്നിന്റെ വാല്യൂ നമുക്ക് പറയാം 39. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഒന്നുകൂടെ ചെയ്ത് നോക്കുക. അപ്പൊ ഇതേപോലെ അടുത്ത ചോദ്യം 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 ആണ്. അന്ന് പരീക്ഷ എഴുതിയ ആളുകൾക്കൊക്കെ കിട്ടാതെ പോയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്. നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. 2 tailors, അബ്രഹാം ആൻഡ് ജോജു, ഹൗ ടു സ്റ്റിച്ച് 400 bags. മലയാളത്തിൽ പറഞ്ഞാൽ 2 തയ്യക്കാരുണ്ട്, അബ്രഹാമും ജോജു. അവർക്ക് 2 പേർക്കും കൂടെ, ഒരാൾക്കല്ല, അവർ 2 പേർക്കും കൂടെ 400 ബാഗ് സ്റ്റിച്ച് ചെയ്യണം, 400 ബാഗ് തയ്ക്കണം. ഓക്കെ. ഓൺ ദ ഫസ്റ്റ് ഡേ അബ്രഹാം സ്റ്റിച്ചസ് 13 bags. ആദ്യത്തെ ദിവസം അബ്രഹാം 13 ബാഗ് തുന്നി. ജോജു 18 bags. ജോജു 18 ബാഗ് തയ്ച്ചു, തുന്നി. ഓൺ എവറി സബ്സിക്വന്റ് ഡേ ഈച്ച് ഓഫ് ദം സ്റ്റിച്ചസ് one bag more than the number of bags stitched by them on the day before. മലയാളത്തിൽ പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത ദിവസം തലേ ദിവസം തുന്നിയതിനേക്കാളും 1 ബാഗ് കൂടുതൽ തുന്നും 2 പേരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം ആദ്യത്തെ ദിവസം 13, രണ്ടാമത്തെ ദിവസം 14, മൂന്നാമത്തെ ദിവസം 15, നാലാമത്തെ ദിവസം 16. ഇനി ജോജുവിനെ സംബന്ധിച്ച് ആദ്യത്തെ ദിവസം 18, അടുത്ത ദിവസം 19, മൂന്നാം ദിവസം 20. അതായത് ഓരോ ദിവസവും ഇവന്മാര് തലേ ദിവസം തുന്നിയതിനേക്കാളും ഓരോന്ന് എക്സ്ട്രാ തുന്നും, ഒരെണ്ണം എക്സ്ട്രാ തുന്നും. കൊള്ളാം. ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദെയർ ടാർജറ്റ്? അങ്ങനെയാണെങ്കിൽ അവരവരുടെ ടാർജറ്റ് എത്ര? മൊത്തം കൂടെ ഇവർ തുന്നിയ തുക, അതായത് മൊത്തം കൂടെ 400 എണ്ണം, 400 ബാഗ് തുക തുന്നാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 2 തയ്യക്കാരുണ്ട്. ആ 2 തയ്യക്കാർക്കും കൂടെ 400 ബാഗ് മൊത്തം തുന്നണം. അതായത് അവര് മൊത്തം തുന്നിയതിൻ്റെ തുക 400 ആകണം. മൊത്തം തുന്നണം 400. 2 പേരുടെ. അബ്രഹാം ആദ്യം 13, ജോജു 18, പിറ്റേ ദിവസം 14, ജോജു 19, പിറ്റേ ദിവസം അബ്രഹാം 15, ജോജു 20. ഇങ്ങനെ തുന്നിപ്പോകുന്നു. എത്ര ദിവസം കൊണ്ട് ഇവർ തുന്നിയതിൻ്റെ തുക 400 ആവും എന്നതാണ് ചോദ്യം. ഇത് അന്ന് പരീക്ഷ എഴുതിയ ആളുകൾ 2 രീതി സ്പ്ലിറ്റ് ചെയ്തൊക്കെ ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ മാത്രം നോക്കും, ജോജുവിന്റെ നോക്കി, എന്നിട്ട് ഇത് കമ്പയർ ചെയ്യും. ഒരിക്കലും കിട്ടത്തില്ല, പാടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അബ്രഹാം ആദ്യത്തെ ദിവസം 13, ജോജു 18. 2 പേരും കൂടെ ആദ്യത്തെ ദിവസം 31 എണ്ണം തുന്നത്തില്ലേ? 13ഉം 18. ഇനി രണ്ടാമത്തെ ദിവസം അബ്രഹാം ഒരെണ്ണം കൂടുതൽ, ജോജു ഒരെണ്ണം കൂടുതൽ, വലത്തി 2 എണ്ണം കൂടുതൽ. അപ്പം രണ്ടാമത്തെ ദിവസം 33 അല്ലേ? അല്ലേ തന്നെ നിങ്ങൾ അല്ലാതെ ആലോചിക്കുക. അബ്രഹാം 14, ജോജു 19, അപ്പം 33. മൂന്നാമത്തെ ദിവസം ഇവന്മാർ 2 എണ്ണം ഓരോന്ന് വെച്ച് കൂടുതൽ, അപ്പൊ 2 കൂടുതലായി 35 അല്ലേ? അല്ലേ തന്നെ ആലോചിക്കുക. മൂന്നാം ദിവസം മറ്റവൻ എത്രയാ? 14, 15, 11, 20, 35ആയി. അപ്പൊ 4-ാം ദിവസം 37. ഇങ്ങനെയാണ് തുന്നിപ്പോകുന്നത്. അപ്പോ ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി, കൊള്ളാം. 31, 33, 35, 37. 2ന്റെ ഗ്യാപ്പ് വരുന്ന ഒരു AP ആണ്. ഈ APയുടെ തുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 400 ബാഗാ വരണ്ടേ? ഈ APയുടെ തുക 400 ആവണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേംസ് എത്ര എന്ന് മര്യാദയ്ക്ക് വന്ന് ഇങ്ങനെ തൊട്ടാൽ മതി. ഒന്ന് വളച്ച് കഥ പോലാക്കി വെച്ചേക്കുമല്ലയോ ഇത്. ഒന്നുകൂടെ പറയുന്നു. ഇവന്മാര് 2 പേരും കൂടെ 13ഉം 18ഉം ആദ്യത്തെ ദിവസം 31 ബാഗ് തുന്നി. രണ്ടാമത്തെ ദിവസം 2 പേരും ഓരോന്ന് എക്സ്ട്രാ 33. മൂന്നാമത്തെ ദിവസം 35. അങ്ങനെ പോവുക. അപ്പോൾ ഇവന്മാര് തുന്നിയത് മുഴുവൻ 400 ആവാൻ
അല്ലെങ്കിൽ ഇവന്മാര് തുന്നിയതിന്റെ തുക 400 ആവാൻ എത്ര ദിവസം എടുക്കും? അതായത് ഇതൊരു AP ആണ്. ഈ APയുടെ തുക 400 വരണമെങ്കിൽ എത്ര ദിവസം, അതായത് എത്ര എണ്ണം എടുക്കണം? നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ ഈ APയുടെ തുക 400 ആണ്. ഈ APയുടെ തുക 400 ആവണമെങ്കിൽ എത്ര എണ്ണം, നമ്പർ ഓഫ് ടൈംസ് എത്ര? നമുക്കറിയാം ഈ APയുടെ ലാസ്റ്റ് പദമില്ല. ഒരു സമാന്തര ശ്രേണിയുടെ ലാസ്റ്റ് പദം ഇല്ലെങ്കിൽ അവരുടെ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് തുക. ഈ തുകയാണ് അവരുടെ ടാർജറ്റ്. നമുക്ക് മനസ്സിലായി ഇവരുടെ തുക 400. കാര്യം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലാസ്റ്റ് 400 ബാഗ് വരണം. നമുക്കതിനകത്തുനിന്ന് ദിവസങ്ങളുടെ എണ്ണം, എത്ര ദിവസം എടുക്കണം, നമ്പർ ഓഫ് ടൈംസ് കാണണം. അപ്പം നമ്മൾ n/2 എന്നതുപോലെ എഴുതി. 2a, എടാ 1a എന്ന് പറഞ്ഞാൽ 31. അപ്പൊ 2a എന്ന് പറഞ്ഞാൽ 62 പ്ലസ് n-1 ഇൻറ്റു d. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ d എത്ര? d 2. കാര്യം 31, 33, 35 എന്ന് പറയുന്ന AP. ഓരോരുത്തരും ഒന്ന് വെച്ച് എക്സ്ട്രാ തുന്നും. ഇപ്പൊ 2 പേരുണ്ട്, 2 എക്സ്ട്രാ തുന്നു, 2 വീതം കൂടി പോവാ. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 = 400. ഇനി നമുക്ക് ഈ n/2 അകത്തേക്ക് കൊടുക്കാം. നോക്കണം, n/2 ഇൻറ്റു ഇവിടെ മക്കളെ 62 ഉണ്ട്. ഈ n അകത്തേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് 2n, ഈ n അകത്തേക്ക് കൊടുക്കുമ്പോൾ -2 = 400. ഓക്കെ ആണോ? എങ്ങനെ? ഈ n അല്ല, 2 അകത്തേക്ക് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് n-ന്റെ കൂടെ 2 വരുമ്പോൾ 2n, 2ഉം -1 കൂടെ ചേരുമ്പോൾ -2 = 400. ഇനി നമ്മൾ ഈ n/2 അതുപോലെ എഴുതി. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡേർഡ് ബ്രൂവ പ്രകാരം n-ന്റെ ടേം ആദ്യം എഴുതി, 2n എഴുതി. 62 - 2 എന്ന് പറഞ്ഞാൽ 60 ആണ്. വെറും 60 അല്ല, പ്ലസ് 60 ആണ്, = 400. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് 2n + 60, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു 2 കോമൺ എടുക്കാം സുഹൃത്തുക്കളെ. 2 കോമൺ എടുക്കാം. 2n-ൽ നിന്നൊരു 2 കോമൺ എടുക്കാൻ പറ്റും. 60-ൽ നിന്ന് 2 കോമൺ എടുക്കാം. അപ്പൊ n/2 ഇൻറ്റു 2 കോമൺ എടുത്താൽ, നിങ്ങൾ പറ, 2n-ൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി n പ്ലസ് 60-ൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി 30 = 400. പിന്നെയും പറയുന്നു, ഈ 2 കോമൺ എടുത്താൽ അകത്ത് ആര് വരുമെന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയ 2n-ൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി 2n-നെ 2 കൊണ്ട് ഹരിച്ചു നോക്ക, ബാക്കി n. 60-ൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കി അറിയാൻ 60-നെ 2 കൊണ്ട് ഹരിച്ചു നോക്ക, ബാക്കി 30. ഓക്കെ. ഇനി നമുക്കറിയാം ഈ 2ഉം 2ഉം പോയി. ബാക്കി എന്തോ ഉണ്ട്? n ഇൻറ്റു n + 30 = 400. ഇതാണ് മക്കളെ നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ്. ഒക്കെ ആണ്. മുമ്പോട്ട് പോവാം. അപ്പൊ ഇവിടെ വരെ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയും. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഒരു ആദ്യത്തെ ദിവസം തുന്നുന്നത് 31, രണ്ടാമത്തെ ദിവസം 2 പേരും എക്സ്ട്രാ ഓരോന്ന് വെച്ച് 33, മൂന്നാം ദിവസം 35. അങ്ങനെ പോയ ഈ സമാന്തര ശ്രേണി 2 വീതം കൂടി പോവാ. ഈ സമാന്തര ശ്രേണിയുടെ തുക, ടാർജറ്റ് 400 ആകണം. എത്ര ദിവസം? n എത്ര? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നാണ് 400. n/2 ഇൻറ്റു 1a 31, 2a 62 പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നത് 2 = 400. ഈ 2 അകത്തേക്ക് കൊടുക്കുമ്പോൾ n/2 ഇൻറ്റു 62 ഓൾറെഡി എഴുതി, 2n - 2 = 400. ഈ 2n ആദ്യം എഴുതി. 62-ൽ നിന്ന് 2 പോയ 60, 2n + 60 = 400. ഇവിടെ നിന്നൊരു 2 കോമൺ എടുത്ത n/2 ഇൻറ്റു 2, 2n-നെ 2 കൊണ്ട് ഭാഗിച്ച് n, 60-നെ 2 കൊണ്ട് ഭാഗിച്ച് 30 = 400. വെട്ടിക്കളഞ്ഞു. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനം ഇതാണ്. n ഇൻറ്റു n + 30 = 400. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം. വേണമെങ്കിൽ നമുക്ക് വേണ്ട ഇവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് n-ന്റെ വാല്യൂ ഇട്ട് കൊടുത്ത് ഏത് വരുമെന്ന് നോക്കാം. പക്ഷെ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും ഈ സാധനം. അപ്പോൾ നമ്മുടെ കയ്യിൽ
ഇപ്പോൾ n ഇൻറ്റു n പ്ലസ് 30 ഈക്വൽ ടു 400. നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്, 8, 9, 10, 11. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻ. ഏത് ഓപ്ഷൻ എന്നിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ 400 കിട്ടുമെന്ന് നോക്കാം. അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് ഇത് നോക്കി ഇപ്പോൾ ആൻസർ പറയാം. 10 വന്നാലേ വരത്തുള്ളൂ. ഇനി നമുക്ക് ഓരോന്നും ഇട്ടു നോക്കാം, പറയാം. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ 8 ഇട്ടു. 8 ഇട്ടാൽ ഈ സാധനം എങ്ങനെ വരും? എന്നിൻ്റെ സ്ഥാനത്ത് 8 ഇട്ടാൽ n 8 ഇൻറ്റു 8 പ്ലസ് 30 38. ഇത് 400 ആവോടാ കുഞ്ഞുങ്ങളെ? ഒരിക്കലും 400 ആവില്ല. എന്തുകൊണ്ടാ? കാര്യം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ അവസാനത്തെ നമ്പർ 0 ആവത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ 8 ഗുണം 8 നമ്മൾ ആദ്യം ചെയ്യുന്നത്. 8 ഗുണം 8 64. അപ്പൊ അറ്റത്തെ നമ്പർ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആകത്തുള്ളൂ, ഒരിക്കലും 0 അല്ല. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് 9 ഇട്ട് നോക്കാൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്നിൻ്റെ സ്ഥാനത്ത് 9 ഇട്ടാൽ n 9 ഇൻറ്റു 9 പ്ലസ് 30 39. ഇതും ഒരിക്കലും എന്താകത്തില്ല, 400 ആവില്ല. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഗുണം 9 ആദ്യം ചെയ്യും, 81 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ അറ്റത്തെ നമ്പർ 1 ആയിരിക്കും, ഒരിക്കലും 0 അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ 10 ഇട്ടു നോക്കാം. n 10 ഇൻറ്റു n പ്ലസ് 30 10 പ്ലസ് 30 40. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും 400 ആവും. അപ്പം 400 ആകണമെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 10 ഇട്ട് കൊടുക്കണം. എന്നിൻ്റെ സ്ഥാനത്ത് ഓപ്ഷൻ സി 10 ഇട്ടാൽ മാത്രമേ 400 ആവൂ. ഇനി 11 വേണേ നിങ്ങൾ ഇട്ട് നോക്കി, എനിക്ക് വയ്യ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ മാത്രമേ ഇത് 400 ആവൂ. അപ്പോൾ ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. n ഇൻറ്റു n പ്ലസ് 30 400 ആണ്. എന്നിൻ്റെ സ്ഥാനത്ത് ഏത് ഓപ്ഷൻ ഇട്ടാൽ 400 വരും? എന്നിൻ്റെ സ്ഥാനത്ത് 10 ഇട്ടാൽ 10 ഇൻറ്റു 10 പ്ലസ് 30 40 ആണ് 400. അപ്പൊ എന്നിൻ്റെ സ്ഥാനത്ത് 10 വരണം. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്? മുമ്പോട്ട് പോകാം മക്കളെ. അടുത്ത ചോദ്യം ഞാൻ ചെയ്യുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. ഇതേപോലെ തന്നെ ഉള്ള 2024 ഡിഗ്രി പ്രിലിംസിന് ഫേസ് 1 ചോദിച്ച ചോദ്യമാണ്. നമ്മളൊരു 3 എണ്ണം ഈ സെയിം പാറ്റേണിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ ഒരു ചോദ്യം നിങ്ങളൊരു ഹോംവർക്കായിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കുക. ജസ്റ്റ് ഞാൻ ആ ചോദ്യം ഒന്ന് പറയാം. ഗണിത ശ്രേണിയിൽ 10,877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? അതായത് ഒന്നുമില്ല, 5, 9, 13 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയുണ്ട്. ആദ്യ പദം 5 ആണ്, പൊതുവ്യത്യാസം ഡിഫറൻസ് 4 ആണ്. ഈ സമാന്തര ശ്രേണിയുടെ തുക 10,877 എന്ന് കിട്ടാൻ, ഇവരുടെ സമ്മ് 10,877 എന്ന് കിട്ടാൻ എത്ര നമ്പറുകൾ, എത്ര എണ്ണങ്ങൾ തമ്മിൽ കൂട്ടണം? ഇവരുടെ തുക ഇത് കിട്ടാൻ എത്ര പദങ്ങൾ എടുക്കണം, എത്ര നമ്പറുകൾ എടുക്കണം എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്ത പോലെ ഇവരുടെ അവസാനത്തെ പദം നമ്മുടെ കയ്യിലില്ല. അവസാനത്തെ പദം നമ്മുടെ കയ്യിലില്ല എങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണ് തുക കാണാനുള്ള ഇക്വേഷൻ. ആ തുക നമുക്ക് 10,877 എന്നെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് n/2 ഇൻറ്റു 1a എന്ന് പറയുന്നത് 5 ആണ്. അപ്പം 2a എന്ന് പറയുന്നത് 10. n-1 ഇൻറ്റു d എന്ന് പറയുന്നത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഈ ശ്രേണിയുടെ d 4 ആണ്, ഈക്വൽ ടു 10,877 എന്ന് വരും. ഇനി 4 നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4n - 4 10 പ്ലസ് 4n - 4 n/2 ഇൻറ്റു എന്ന് പറയുന്ന 10,877 വരും. എന്നിട്ട് അതിനകത്തുനിന്ന് കോമൺ എടുത്ത് നമുക്ക് ഈ സാധനത്തിൻ്റെ വാല്യൂ ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. n ഇൻറ്റു 2n - 3 ഈക്വൽ ടു 10,877 എന്ന് നമുക്ക് എത്തിക്കാം. വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താം. n ഇൻറ്റു 2n - 3 ഈക്വൽ ടു 10,877 എന്ന് നമുക്ക് എത്താം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എന്നിൻ്റെ വാല്യൂ ഇട്ട് നോക്കാം. എന്നിൻ്റെ വാല്യൂ 73 ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന 10,877 എത്താൻ പറ്റൂ. കാര്യം 73 എന്നിൻ്റെ വാല്യൂ ഇട്ടാൽ 73 ഇൻറ്റു 2n, 73ൻ്റെ ഇരട്ടി 146, 146 3 കൂട്ടിയാൽ 149. 73 ഇൻറ്റു 149 ആണ്
10,877. 4 ഓപ്ഷനുകളും നിങ്ങൾ ഇട്ട് നോക്ക്. ആകെ ഡൗട്ട് തോന്നാൻ സാധ്യതയുള്ളത് 63 73 ആയിരിക്കും. കാര്യം അറ്റത്തെ നമ്പർ 7 വരണമെങ്കിൽ ഒന്നുകിൽ 63 ആവണം അല്ലെ 73 ആവണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 10,877 കിട്ടും. അപ്പൊ n×2n+3 എന്നുള്ള വാല്യൂയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. എന്നിട്ട് n-ന്റെ വാല്യൂ ഇട്ട് നോക്കണം. n-ന്റെ വാല്യൂ ഓപ്ഷൻ സി 73 ഇട്ടാൽ മാത്രമേ n 73 ഇൻറ്റു 2n 146 +3 149 ഈ വാല്യൂയിലേക്ക് വരൂ. ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ സാധനം വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി എഴുതി ഞാൻ സൊല്യൂഷൻ ഇട്ടേക്കാം. അതുപോലെ തന്നെ 2024 ഡിഗ്രി പ്രിലിംസ് ഫേസ് 1 മാത്സ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻ്റെ തന്നെ ക്ലാസ് ഈ ചാനലിൽ തന്നെ ഉള്ള ക്ലാസ് കിട്ടും. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞ സമയം കളയാത്തത്, നമ്മളൊരു 3 ചോദ്യങ്ങൾ ഈ മോഡലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് 4ാമത്തെ ചോദ്യം. അപ്പോൾ ഈ മോഡൽ ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ 3 വർഷത്തിനിടയിൽ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലായിട്ട് n/2 × 2a + n-1 × d തുകയായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്ന 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 4ഉം ഒന്നുകൂടെ ചെയ്തു നോക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. 2023 ഡിഗ്രി മെയിൻസിന് വന്ന കമ്പനി ബോർഡ് മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ദ റേഷ്യോ ഓഫ് ദി 21st ടേം ടു ദ 30th ടേം ഓഫ് ആൻ AP ഈസ് 3:4. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4 ആണ്. ദെൻ ദ റേഷ്യോ ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് ടേം ടു ദി സം ഓഫ് ദി ഫസ്റ്റ് 31 ടേംസ് ഈസ് ഡാഷ്. മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ എത്ര? ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ എത്ര? അപ്പൊ ഈ ചോദ്യത്തിന്റെ കംപ്ലീറ്റ് മലയാളം ഒരിക്കൽ കൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണിയുടെ 21ാം പദവും 21ാം പദവും, അവിടെ തുകയല്ല, 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും, പിന്നെ തുകയാ വരുന്നത്, ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക. അപ്പം നമുക്ക് ആദ്യം അവരാദ്യം പറഞ്ഞ ഈ സാധനം വെച്ച് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളോട് അവരെന്തുവാ പറയുന്നത്? AP-യുടെ 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4. അപ്പോൾ AP-യുടെ 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4. ഓക്കെ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു സമാന്തര ശ്രേണിയുടെയും 21ാം പദം കാണാനുള്ള ഇക്വേഷൻ മക്കളെ A+20D ആണ്. ഇനി ഏതൊരു സമാന്തര ശ്രേണിയുടെയും 30ാം പദം കാണാനുള്ള ഇക്വേഷൻ പറ, A+29D ആണ്. ഈ റേഷ്യോയാണ് നമ്മളോട് പറയുന്ന 3:4. ഓക്കെ ആണോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇവരെ ബൈ ആയിട്ടൊക്കെ എഴുതി ക്രോസ് ചെയ്യാം. A+20D ബൈ A+29D = 3/4. ഒരു സ്റ്റെപ്പ് വെറുതെ ചെയ്യുകയാണ്. എന്നിട്ട് അടുത്തതിന് ക്രോസ് ഒക്കെ ചെയ്യാം. എൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു പ്രപ്പോർഷൻ്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ 2 സംഖ്യകൾ ഗുണിക്കുന്നതും തുല്യമാണ്. ഇത് തന്നെയാണ് നമ്മൾ ബൈ എന്ന് എഴുതി ക്രോസ് ചെയ്യുന്നത്. അപ്പം ഏതൊരു പ്രപ്പോർഷൻ്റെയും ഏതൊരു 2 റേഷ്യോകൾ ഇങ്ങനെ എഴുതിയാലും ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും തുല്യമാണ്. അതായത് A+20D-യെ 4 കൊണ്ട് ഗുണിക്കുന്നതും A+29D-യെ 3 കൊണ്ട് ഗുണിക്കുന്നതും സെയിം ആണ്.
അപ്പൊ A+20D നിങ്ങൾ 4 കൊണ്ടൊന്ന് ഗുണിച്ചേ. 4 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ എല്ലാരെയും ഗുണിക്കണം. എനെ 4 കൊണ്ട് ഗുണിച്ചാൽ 4A പ്ലസ് 20D 4 കൊണ്ട് ഗുണിച്ചാൽ 80D ഈക്വൽ ടു 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ A+29D 3 കൊണ്ട് ഗുണിച്ചേ. എല്ലാരെയും ഗുണിക്കണം. എനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3A പ്ലസ് 29D 3 കൊണ്ട് ഗുണിച്ചാൽ 87D. ഓക്കെ, ഇനി നമുക്ക് എ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടെ 4A ആണ്. 3A ഇങ്ങോട്ടേക്ക് വന്നാൽ പ്ലസ് 3A ഇപ്പുറത്തേക്ക് വന്നാൽ -3A ആവും. കാര്യം ഒരു പ്ലസ് സംഖ്യ അപ്പുറത്തേക്ക് വന്നാൽ മൈനസ് ആവും. ഇനി ഡി എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ മക്കളെ 87D ആണ്. ഇനി 80D അപ്പുറത്തേക്ക് പോയാൽ -80D എന്നാവും. ഓക്കെ ആണോ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4Aയിൽ നിന്ന് 3A പോയാൽ നമുക്ക് മനസ്സിലായി ഒരേ എന്ന് പറഞ്ഞാൽ A. 87Dയിൽ നിന്ന് 80D പോയാൽ നമുക്ക് മനസ്സിലായി 7D. അപ്പം നമുക്ക് കിട്ടി എയുടെ വാല്യൂ 7D ആണ്. ഇനി നിങ്ങൾക്ക് ഇതാണ് ഇവിടുത്തെ ക്രൂഷ്യൽ പോയിന്റ്. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ആദ്യ സെന്റൻസ് തന്നേ. അപ്പൊ എയുടെ വാല്യൂ 7D എന്ന് കിട്ടി. ഇനി നിനക്ക് എവിടെ എ കണ്ടാലും അവിടെ 7D എന്ന് എഴുതാം. വേണേ റേഷ്യോ ഒക്കെ ആക്കി വേണേലും എഴുതാം. A:D ഈക്വൽ ടു ഈ പറയുന്ന 7:1. എയുടെ വാല്യൂ 7 എന്നും ഡിയുടെ വാല്യൂ 1 എന്നൊക്കെ വേണേലും കൊടുക്കാം. തൽക്കാലം വേണ്ട. എവിടെ നിങ്ങൾ K കാണുന്നോ അവിടെ 7D എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഈ സെന്റൻസ് പറഞ്ഞ്. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയും. ഒരു സമാന്തര ശ്രേണിയുടെ 21ാം പദവും 30ാം പദവും തമ്മിലുള്ള റേഷ്യോ 3:4. 21ാം പദം എന്ന് പറഞ്ഞാൽ A+20D ആണ്. 30ാം പദം എന്ന് പറഞ്ഞാൽ A+29D ആണ്. ഇതാണ് നമ്മളോട് പറയുന്ന 3:4. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നത്. അപ്പൊ ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും ഗുണിക്ക്. എയും A+20D 4 കൊണ്ട് ഗുണിച്ചാൽ 4A+80D ഈക്വൽ ടു A+29D 3 കൊണ്ട് ഗുണിച്ചാൽ 3A+87D. ഓക്കെ ആണ്. ഇനി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4A - 3A ഈക്വൽ ടു 87D ഇവിടെ ഉണ്ട്. -80D ആവും. കാര്യം D അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 4Aയിൽ നിന്ന് 3A പോയാൽ പിള്ളേരെ ഒരു A എന്ന് പറഞ്ഞാൽ A ആടാ. A സമം 87Dയിൽ നിന്ന് 80D പോയാൽ 7D. അപ്പൊ എയുടെ വാല്യൂ 7D എന്ന് കിട്ടി. എ എന്ന് പറഞ്ഞാൽ ആദ്യ പദം. ഇനി നിങ്ങൾക്ക് എവിടെ എ കാണുന്നോ അവിടെ നമുക്ക് 7D എന്ന് കൊടുക്കാം. എവിടെ എ കാണുന്നോ അവിടെ നമുക്ക് 7D എന്ന് കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ടാ അവർ ഇത്രയും പറഞ്ഞ്. ഇനി എളുപ്പമോ കാര്യം? ഇനി നമ്മളോട് എന്തോ ചോദിച്ചേ? ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ ഞാൻ അപ്പുറത്തോട്ട് എഴുതുകയാണ്. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോ വേണം. നമുക്കെല്ലാവർക്കും അറിയാം ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങൾ അവസാനത്തെ പദമൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇല്ലെങ്കിൽ പദങ്ങളുടെ തുക കാണാൻ നമുക്കെല്ലാവർക്കും അറിയാം n/2 ഇൻറ്റു 2A + n-1 ഇൻറ്റു D. നമുക്ക് ആദ്യ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് നമ്മൾ 10 ഇട്ടു. 10/2 ഇൻറ്റു 2A. 2A എയുടെ വാല്യൂ നമ്മൾ മുമ്പേ ചെയ്തതാണ് 7D. കണ്ടോ? അതിനു വേണ്ടിയിട്ടാ ഇത്രയും ചെയ്തേ. അപ്പൊ 2A എന്ന് പറഞ്ഞാൽ 2A 7D ആണ്. അപ്പൊ 2A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14D പ്ലസ് n-1. n-1 എന്ന് പറഞ്ഞാൽ 10 പദങ്ങളുടെ തുകയാ. 10 - 1 എത്ര വന്നു പറ? 10 - 1 നമുക്കറിയാം 9D. ഓക്കെ, ഇനി 10/2 ഇൻറ്റു 14Dയും 9Dയൂടെ കൂട്ടുമ്പോൾ 23D ആണ്. ഇത് വെട്ടിക്കളയുമ്പോൾ 5 × 23D എന്ന് പറഞ്ഞാൽ 115D എന്ന് കിട്ടും.
ഓപ്ഷനിൽ എവിടെയെങ്കിലും 115 ഉണ്ടോ എന്ന് നോക്കണം. പക്ഷെ ദൈവം സഹായിച്ച് രണ്ടിടത്തും 115 ഉണ്ട്. കൊള്ളാം, അടിപൊളി. ഓക്കെ, അപ്പോ 115D എന്ന് കിട്ടി. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുക കാണണം. ഇനി ആദ്യ 10 പദങ്ങളുടെ തുക കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. എന്നിന്റെ സ്ഥാനത്ത് 10 പദമായുണ്ട് 10/2 ഇൻറ്റു 2a. a എന്ന് പറഞ്ഞാൽ 7d ആണ്. അപ്പൊ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 7d എന്ന് പറഞ്ഞാൽ 14d പ്ലസ് 10 ൽ നിന്ന് പോയാൽ 9d. ഓക്കെ, 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5 ഇൻറ്റു 14dയും 9dയുടെ കൂട്ടുമ്പോൾ 23d ആണ്. ഇത് വെട്ടിക്കളയുമ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് പറയാം 115d എന്ന് കിട്ടും. അപ്പോൾ ആദ്യ 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 115d. ഇനി ആദ്യം 31 പദങ്ങളുടെ തുക കാണണം. 31 പദങ്ങളുടെ തുക കാണാൻ നമുക്കറിയാം n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d ആണ്. അതിൽ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 31 കൊടുക്കണം. മക്കളെ, 31/2 ഇൻറ്റു 2a. a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ, 7d. അപ്പൊ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 7d എന്ന് പറഞ്ഞാൽ 14d പ്ലസ് 31ൽ നിന്ന് 1 പോയാൽ 30d. ഓക്കെയാണ്. 31/2 ഇൻറ്റു 14dയും 30dയുടെ കൂട്ടുമ്പോൾ നമുക്ക് പറയാം 14dയും 30dയുടെ കൂട്ടുമ്പോൾ 44d ആണ്. ഈ രണ്ടും 44 വെട്ടുമ്പോൾ 22d ആണ്. ഓക്കെ, 31 ഗുണം 22d എന്ന് പറയുമ്പോൾ 31 ഗുണം 10 310, 20 ആകുമ്പോൾ 620, പിന്നെ 62 682 വരും. അപ്പൊ നമുക്ക് 682d എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യം 31 പദങ്ങളുടെ തുക കാണാൻ n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. അതിൽ n എന്ന് പറയുന്നത് 31/2 ഇൻറ്റു a 7d ആണ്. 2a എന്ന് പറയുമ്പോൾ 14d പ്ലസ് 31ൽ നിന്ന് പോയാൽ 30d. n 31 അല്ലേ, 31ൽ നിന്ന് പോയി. അപ്പൊ 31/2 ഇൻറ്റു 14 30 കൂട്ടുമ്പോൾ 14 30 കൂട്ടുമ്പോൾ 44d ആയി. ഇത് വെട്ടിക്കളയുമ്പോൾ 22d ആയി. കാര്യം 44നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 22 വരും. 22d. 31 ഗുണം 22d. 31 ഗുണം 10 310. 20 ആവുമ്പോൾ 620. പിന്നെ 31 ഗുണം 2 എന്ന് പറഞ്ഞാൽ 62. 620ഉം 62 കൂടെ ചേർത്ത് 682d എന്ന് വന്നു. ഇനി ഇതിലേക്ക് വരാം. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 10 പദങ്ങളുടെ തുകയും ആദ്യ 10 പദങ്ങളുടെ സമ്മും ടു ദ സം ഓഫ് ഫസ്റ്റ് 31 ടേംസ്. ആദ്യം 31 പദങ്ങളുടെ തുകയും തമ്മിലുള്ള റേഷ്യോയാണ് വേണ്ടത്. ആദ്യ 10 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു മക്കളെ, 115d. ആദ്യം 32 പദങ്ങളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചു മക്കളെ, 682d. അപ്പൊ ആദ്യ 10 പദങ്ങളുടെ തുക 115d ആണ്. ആദ്യം 31 പദങ്ങളുടെ തുക 682d ആണ്. അപ്പൊ ഇവര് തമ്മിലുള്ള റേഷ്യോ വേണം. രണ്ട് സൈഡിലും d ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 115:682 ആണ് നമ്മുടെ ഉത്തരമായി വരിക. 115:682. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. രണ്ട് സൈഡിലും d ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ റേഷ്യോ എടുക്കുമ്പോൾ. സോ 115:682. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 ആണ് ഈ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദി അരിതമെറ്റിക് സീക്വൻസ് 6, 12, 18 ഈസ് 2790. മലയാളത്തിൽ പറഞ്ഞാൽ 6, 12, 18 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക 2790 ആണ്. ആദ്യ 30 പദങ്ങളുടെ തുക 2790 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് then the sum of first 30 terms of the arithmetic progression 13, 19, 25 etc. കാണണം. അങ്ങനെയാണെങ്കിൽ
13, 19, 25 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. 6, 12, 18 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക നമ്മളോട് പറയുന്നുണ്ട് 2790. നമുക്ക് 13, 19, 25 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക കാണണം. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്, ഇത് വല്ല ചോദ്യമാണോ? 13, 19, 25 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക കാണണം എന്ന് മര്യാദയ്ക്ക് അങ്ങ് വന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ആദ്യം അത്രയും ബിൽഡപ്പ് ഒക്കെ? വേറെ ഏതോ ഒരു സമാന്തര ശ്രേണി തന്നു, ആ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക നമുക്ക് തന്നു, എന്നിട്ട് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക കാണാനൊക്കെ പറയുന്നു. നിങ്ങളുടെ കയ്യിൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിച്ചില്ലേലും ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക കാണാൻ നിങ്ങൾക്ക് വേറൊന്നും അറിയത്തില്ലേ പോലും ഇതിന്റെ അവസാനത്തെ പദമില്ല. ഈ സമാന്തര ശ്രേണിയുടെ അവസാനത്തെ പദമില്ല എങ്കിൽ പദങ്ങളുടെ തുക കാണാൻ പറ. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡിക്കകത്ത് 30 ഇട്ട് കൊടുത്താൽ പദങ്ങളുടെ ആദ്യ 30 പദങ്ങളുടെ തുക കിട്ടും. കിട്ടത്തില്ലേന്ന് ഒരു സംശയവും വേണ്ട, കിട്ടും. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുകയാ വേണ്ടിയത്. ഇതെന്നല്ല, ഏതൊരു സമാന്തര ശ്രേണിയുടെയും ആദ്യ 30 പദങ്ങളുടെ അവസാനത്തെ പദമില്ല, അവരുടെ തുക കാണാൻ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ചെയ്താൽ മതി. ഇവിടെ വരുമ്പോ 30/2 ഇൻറ്റു a 13, 2 13 ആകുമ്പോ 26 പ്ലസ് 30-ൽ നിന്നൊന്ന് പോയി 29 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 6. ഈ ചെയ്ത് കിട്ടുന്നത് എന്താണോ ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം, ഒരു തെറ്റുമില്ല. ഓക്കെ, പിന്നെ ഇത്രയും ബിൽഡപ്പ് ഇട്ട് ഇവർ ഈ ചോദിച്ചതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. നമുക്കിവര് ഈ ചോദ്യം കുറച്ചുകൂടെ എളുപ്പമാക്കി തന്നേക്കുക, ഈ ചോദ്യം കുറച്ചുകൂടെ വളരെ എളുപ്പമാക്കി തന്നേക്കുക എന്ന് പറയാൻ കാര്യം നോക്കിക്കോണം. ഈ രണ്ട് സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം സെയിം ആണ്. കുറച്ചുകൂടെ നല്ല മനുഷ്യരാണ്, കാര്യം കുറച്ചുകൂടെ എളുപ്പമാക്കി ഈ ചോദ്യം. അതായത് ഈ രണ്ട് സമാന്തര ശ്രേണിയുടെയും പൊതുവ്യത്യാസം 6, 12, 18. ഇവരുടെ പൊതുവ്യത്യാസം എത്ര? 6. 13 നമുക്കിനി കണ്ടുപിടിക്കേണ്ട സമാന്തര ശ്രേണി ഏതാ? 13, 19, 25. അവരുടെയും പൊതുവ്യത്യാസം 6ആണ്. കണ്ടോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഈ ചോദ്യത്തിൽ നിന്നല്ല പല ചോദ്യത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ അവരുടെ ഓരോ ടേമുകൾ തമ്മിലും ഒരു ബന്ധം കാണും. ഇവിടെ നിങ്ങൾ നോക്ക്, ആദ്യ പദം 6, ഇവിടെ വരുമ്പോ 13, 7 കൂടി. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്ക്, ഈ പദത്തേക്കാൾ 7 കൂടുതലായി ഇവിടെ. ഇനി രണ്ടാം പദം നോക്ക്, ഇത് 12, ഇത് 19, 7 കൂടി. മൂന്നാം പദം നോക്ക്, ഇത് 18, ഇത് 25, 7 കൂടി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എല്ലായിടത്തും ഇതായിരിക്കുമോ? പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ ഓരോ ടേമുകൾ തമ്മിൽ ഒരു സംഖ്യയുടെ ഗ്യാപ്പ് കാണും. അത് പൊതുവ്യത്യാസം തന്നെ ആവണമെന്നില്ല, പൊതുവ്യത്യാസം സെയിം ആകണമെങ്കിൽ, പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ ഓരോ ടേമുകൾ തമ്മിലും ഒരു ബന്ധം കാണും. ഒന്നാമത്തെ പദം വന്നപ്പോൾ 7 കൂടുതലായി ഇവിടെ, രണ്ടാമത്തെ പദം വന്നപ്പോഴും 7 കൂടുതലാ, മൂന്നാമത്തെ പദം വന്നപ്പോഴും. അപ്പോൾ ഈ സമാന്തര ശ്രേണിയേക്കാൾ ഈ സമാന്തര ശ്രേണിയിലേക്ക് വരുമ്പോൾ 7 വീതം എല്ലാ പദങ്ങളും കൂടുതലാണ്. ഒന്നാം പദം 7 കൂടുതലാ, രണ്ടാം പദം 7 കൂടുതലാ, മൂന്നാം പദം 7 കൂടുതലാ. നമുക്ക് ഈ സമാന്തര ശ്രേണിയുടെ 30 പദങ്ങളുടെ തുകയാണ്. അപ്പൊ ഇവരുടെ 30 പദങ്ങളുടെ തുകയേക്കാൾ ഇവിടെ ഓരോ പദത്തിനും 7 കൂടുതലാ, 30 പദങ്ങളിലും 7 കൂടുതലാ. അപ്പൊ 30 ഇൻറ്റു 7 210 കൂടുതലാ. ഈ സമാന്തര ശ്രേണിയുടെ 30 പദങ്ങളുടെ തുകയേക്കാൾ 210 ഈ സമാന്തര ശ്രേണിക്ക് കൂടുതലാ. ഈ സമാന്തര ശ്രേണിയുടെ തുക 2790. അപ്പൊ ഇതിനേക്കാൾ 210 കൂടുതലായി ഇവന്. 2790ന്റെ കൂടെ 210 കൂട്ടിയിട്ട് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഉത്തരം 3000 ആണ് സുഹൃത്തെ. 3000 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. കണ്ടോ?
കുറച്ചുകൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് വിശാല മനസ്കരായ ആളുകൾ ഇട്ട ചോദ്യമാണ്. ഇതിങ്ങനെ ചെയ്യാതെ മറ്റേ രീതി ചെയ്താലും മതി, ശരിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഒരു സമാന്തര ശ്രേണി നമ്മളോട് പറയുന്നു 6, 12, 18 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക നമ്മളോട് പറയുന്നു 2790. ഇനി വേറൊരു സമാന്തര ശ്രേണി 13, 19, 25 എക്സെട്ര. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ 30 പദങ്ങളുടെ തുക എൻ്റെ പൊന്നുമക്കളെ നമുക്ക് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഇത്തരം ചോദ്യം വരുമ്പോൾ ഇവരുടെ പൊതുവ്യത്യാസം സെയിം ആയിരിക്കും. ഇവിടുത്തെ പൊതുവ്യത്യാസം 6. ഇങ്ങനെ വന്നാൽ ഇവിടുത്തെ പൊതുവ്യത്യാസവും 6 തന്നെ ആയിരിക്കും. കാര്യം അല്ലേ പിന്നെ ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് കേൾക്കുക മക്കളെ. പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ രണ്ട് സമാന്തര ശ്രേണിയുണ്ട്. ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ ഓരോ പദങ്ങളും തമ്മിൽ ഒരു ബന്ധം കാണും, ഒരു സെയിം ബന്ധം ഉണ്ടാവും. ഇവിടെ ഒന്നാം പദം 6, ഇവിടെ 13. കണ്ടോ? ഒന്നാം പദം 6, 13. ഒന്നാം പദത്തിൽ തന്നെ ഇവിടെ 7 കൂടുതലാണ്. ഇവിടെ 12, ഇവിടെ 19. രണ്ടാം പദത്തിലും ഈ 7 കൂടുതലാണ്. ഇവിടെ 18, ഇവിടെ 25. മൂന്നാം പദത്തിലും ഈ 7 കൂടുതലാണ്. കണ്ടോ? അപ്പോൾ ഓരോ പദങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ സമാന്തര ശ്രേണിയേക്കാൾ ഓരോ പദത്തിനും 7 കൂടുതലായി. ഇവിടെ ഒന്നാം പദത്തിൽ 7 കൂടി, രണ്ടാം പദത്തിൽ 7 കൂടി, മൂന്നാം പദത്തിൽ 7 കൂടി. നമുക്ക് 30 പദങ്ങളുടെ തുകയായി ഇവിടെ വേണ്ടത്. കണ്ടോ? 30 പദങ്ങളുടെ തുക. അപ്പം 30 പദങ്ങളിലും 7 കൂടുതലാ. ഒരു പദത്തിൽ ഇവനേക്കാൾ 7 കൂടി, ഇവനേക്കാൾ 7 കൂടി, ഇവനേക്കാളും 7 കൂടി. അപ്പൊ എല്ലാ പദങ്ങളിലും 7 കൂടുതലാ. അപ്പൊ 30 പദങ്ങൾ വരുമ്പോ 30 പദങ്ങളിലും 7 കൂടുതലായിരിക്കും. കാര്യം നമുക്ക് 30 പദങ്ങളുടെ തുകയാ വേണ്ടി. 30 പദങ്ങളുടെ തുകയെ എടുത്ത് നോക്കി കമ്പയർ ചെയ്യുമ്പോഴും ഒരു പദത്തിൽ 7 വീതം കൂടി. അപ്പൊ 30 പദമാകുമ്പോൾ 30 പദങ്ങളിലും 7 കൂടി. അപ്പൊ 30 പദങ്ങളിൽ 7 കൂടുക എന്ന് പറഞ്ഞാൽ 30 ഗുണം 7 210 കൂടുതലാ. അപ്പൊ ഇവന്റെ 30 പദങ്ങളുടെ തുകയും ഇവന്റെ 30 പദങ്ങളുടെ തുകയും കമ്പയർ ചെയ്യുമ്പോൾ ഇവന്റെ 30 പദങ്ങളുടെ തുകയേക്കാൾ ഇവൻ 210 കൂടുതലാ. എന്താ കാര്യം? ഓരോ പദത്തിലും 7 വീതം ഇവന് കൂടുതലുണ്ട്. അപ്പൊ 30 പദം വരുമ്പോ 37, 210 ഇവന് കൂടുതലുണ്ട്. അവന്റെ 30 പദങ്ങളുടെ തുക 2790 എന്ന് തന്നു. അപ്പൊ ഇവന്റെ 30 പദങ്ങളിലേക്ക് വരുമ്പോ ഇവനേക്കാളും 210 കൂടുതലാ. 2790 നിന്ന് 210 കൂട്ടി നമ്മുടെ ഉത്തരം പക്ക സെറ്റാണ്. ഓപ്ഷൻ എ 3000. 2023 ഡിഗ്രി മെയിൻസിന് വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ദ 25th ടേം ഓഫ് ദി സീക്വൻസ് 4, 9, 8, 18, 22, 27, 16, 36 എക്സെട്ര ഈസ് ഡാഷ്. മലയാളത്തിൽ പറഞ്ഞാൽ 4, 9, 8, 18, 12, 27, 16, 36 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ, അല്ല സമാന്തര ശ്രേണി എന്നില്ല, ഈ സീക്വൻസിന്റെ, അതായത് ഈ ശ്രേണിയുടെ 25ാമത്തെ പദം എത്ര എന്നതാണ് ചോദ്യം. 25ാമത്തെ പദം. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്, ഇത് അരിതമെറ്റിക് പ്രോഗ്രഷൻ ഒന്നും അല്ലല്ലോ. അല്ല. 4, 9 ആയി 5 കൂടി, പിന്നെ 8 കുറഞ്ഞു, 8 ആയി 1 കുറഞ്ഞു, പിന്നെ 18 ആയി 10 കൂടി, അങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ ഒരിക്കലും ഇതൊരു സമാന്തര ശ്രേണി അല്ല. കാര്യം സമാന്തര ശ്രേണിയാണെങ്കിൽ എല്ലാം ഒരുപോലെ പോകണം. ഇവിടെ ഒരുപോലെ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4, 9 ആയി 5 കൂടി, പിന്നെ 1 കുറഞ്ഞു, പിന്നെ 10 കൂടി, പിന്നെ 6 കുറഞ്ഞു. അതല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യം ഇട്ടു എന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ സമാന്തര ശ്രേണിയാവും. ആലോചിച്ച് നോക്ക്. ഇത് നോക്ക്. 4, 8, 12, 16 ഇങ്ങനെ പോകും. ആലോചിക്കേ. 4 8 ആയി 4 കൂടി, 8 12 ആയി 4 കൂടി, 12 16 ആയി 4 കൂടി. കണ്ടോ? ഇനി ഒന്നിടവിട്ടുള്ള അടുത്ത ശ്രേണി നോക്ക്. 9 18 ആയി 9 കൂടി, 18 27 ആയി 9 കൂടി, 27 36 ആയി 9 കൂടി. അപ്പൊ ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
25-ാം പദം കാണണം. അതായത് ഈ ശ്രേണിയുടെ 25-ാം പദം കാണണം. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. 24 പദങ്ങളാവുമ്പോൾ ഈ ശ്രേണിയിൽ 12 എണ്ണമാവും, ഈ ശ്രേണിയിലും 12 എണ്ണമാവും. കാര്യം ഓൾട്ടർനേറ്റീവായിട്ടല്ലേ വരുന്നത്. അപ്പൊ 25-ാമത്തെ പദം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ശ്രേണിയുടെ 13-ാമത്തെ പദമാണ്. ആലോചിക്കുക, ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? കാര്യം ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നതാണ്, ഒന്നിട വിട്ട് വരുന്നതാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ 2 എണ്ണം വരുമ്പോൾ ഓരോന്നിടത്ത് 2 എണ്ണം ഉണ്ട്, ഓരോന്ന് വെച്ച്. 4 എണ്ണം വരുമ്പോൾ ഇതിലും 2 ഇതിലും 2. 6 എണ്ണം വരുമ്പോൾ ഇതിലും 3 ഇതിലും 3. 10 എണ്ണം വരുമ്പോൾ ഇതിലും 5 അതിലും 5. 20 എണ്ണം വരുമ്പോൾ ആദ്യത്തേതിലും 10 രണ്ടാമത്തേതിലും 10. 24 എണ്ണം വരുമ്പോൾ ഇതിൻ്റെ അകത്തും 12 ഇതിൻ്റെ അകത്തും 12. അപ്പൊ 25 പേരെന്ന് പറയുമ്പോൾ 25-ാമത്തെ ആളെന്ന് പറയുമ്പോൾ ആദ്യം പോയവന്റെ 13-ാമത്തവൻ. അതായത് 4, 8, 12 എന്ന ശ്രേണിയുടെ 13-ാമത്തവനെ കാണണം. ഓക്കെ, ഇത് 2 രീതിയിൽ ചെയ്യാം. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ 13-ാമത്തവൻ ആരാന്ന് ചോദിച്ചാൽ A+12D ആണ്. ഇവിടെ A എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് 12 ഇൻറ്റു D എന്ന് പറയുന്നത് 4 വീതം കൂടി കൂടി പോകുന്നതാണ്. അപ്പൊ D 4 ആണ്. 12 ഇൻറ്റു 4 48 ആണ്. 48 4 കൂടെ ചേരുമ്പോൾ 52 ആണ് എന്ന് മനസ്സിലാവും. ഇനി അതല്ല, നമുക്കിത് പോകുന്ന കാണുമ്പോഴേ മനസ്സിലായി ഇത് 4ന്റെ ഗുണിതങ്ങളാണ്. അപ്പൊ 4ന്റെ 13-ാമത്തെ ഗുണിതങ്ങളെ തപ്പിയാൽ മതി. 4ന്റെ 13-ാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 4 52 ആണ് എന്ന് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ശ്രേണിയുണ്ട്. ഈ ശ്രേണി ഇങ്ങനെയാ പോകുന്നത്: 4, 9, 8, 18, 12, 16, 12, 27, പിന്നെ 16, 36 ഇങ്ങനെ പോകുന്ന ഒരു ശ്രേണി, സീക്വൻസ്. ഈ ശ്രേണി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു സമാന്തര ശ്രേണിയല്ല. കാര്യം സമാന്തര ശ്രേണിയാണെങ്കിൽ ഒന്നിട വിട്ട് 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 എല്ലാം ഒരേപോലെ പോകണം, ഒരേപോലെ കൂടണം, ഒരേപോലെ കുറയണം. ഇവിടെ നോക്കൂ, 1 5 കൂടി 1 കുറഞ്ഞു, പിന്നെ 10 കൂടി, അങ്ങനെ പോകുന്നത്. അപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കോണം ഇത് സമാന്തര ശ്രേണിയല്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യം എടുത്തു എന്ന് ചോദിച്ചാൽ, ഒന്നിട വിട്ട് നോക്കൂ, 4, 8, 12, 16 ഇങ്ങനെ പോകും. അതായത് ഒന്നിടവിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് പോകും. ഇനി അടുത്ത നോക്കൂ, 9, 18, 27, 36 ഒന്നിടവിട്ട് സമാന്തര ശ്രേണി അല്ലെങ്കിൽ 9ന്റെ ഗുണിതങ്ങൾ പോകും. ഓക്കെ, നമുക്ക് ഈ ശ്രേണിയുടെ മൊത്തത്തിൽ ഈ ശ്രേണിയുടെ 25-ാമത്തെ പദമാര എന്ന് കണ്ടുപിടിക്കണം. ഈ ശ്രേണിയുടെ ഈ സീക്വൻസിന്റെ മൊത്തത്തിൽ 25-ാമത്തെ പദം. അപ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കണം, ഈ സീക്വൻസിൽ 10 ആളുകൾ വരുവാണെങ്കിൽ 5 എണ്ണം ആദ്യത്തെ ശ്രേണിയും 5 എണ്ണം രണ്ടാമത്തെ ശ്രേണിയും. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, 6 പേര് വരുവാണ്. ഇവിടെ തന്നെ നമ്മളിപ്പോൾ എത്ര പേര് എഴുതിയിട്ടുണ്ട്? 8 പേരെ എഴുതിയിട്ടുണ്ട്. ഈ 8 പേരിൽ 4 എണ്ണം ആദ്യത്തേതും 4 എണ്ണം രണ്ടാമത്തേതും. ഇനി 10 പേര് വരുവാണെങ്കിൽ 5 എണ്ണം ആദ്യത്തെ ശ്രേണിയും 5 എണ്ണം രണ്ടാമത്തെ ശ്രേണിയും. 20 പേര് വരുവാണെങ്കിൽ 10 എണ്ണം ആദ്യത്തെ ശ്രേണിയും 10 എണ്ണം രണ്ടാമത്തെ ശ്രേണിയും. ഓക്കെ, ഇവിടെ നമുക്ക് 25-ാം പദമാണ് വേണ്ടത്. 25-ാം പദം. 24 പേര് വരുവാണെങ്കിൽ 12 എണ്ണം ആദ്യത്തവനും 12 എണ്ണം രണ്ടാമത്തവനുമാണ്. 25-ാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തവന്റെ 13-ാമത്തെ ആളല്ലേ? ആദ്യത്തെ ശ്രേണി ആരാ? 4. ആദ്യത്തെ ശ്രേണി ആരാ? 4, 8, 12. ഈ ശ്രേണിയുടെ 13-ാമത്തെ ആളാണ് ഇതിൻ്റെ അകത്തിലെ 25-ാം പദം. അതെങ്ങനെ? 10 പേര് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 5 എണ്ണം 5 എണ്ണം. 11-ാമത്തവൻ എന്ന് പറയുന്ന ആദ്യത്തവന്റെ ആളാണ്. ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, 4 പേരെടുക്കുവാണെങ്കിൽ 4 പേരെടുക്കുവാണെങ്കിൽ 2 എണ്ണം ഇവന്മാരും 2 എണ്ണം അവന്മാരും. 5-ാമത്തവൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആള് തന്നെയാണ്, ആദ്യത്തവന്റെ. ഇനി 7 പേരെ എടുക്കുവാണെങ്കിൽ 3 എണ്ണം മഞ്ഞക്കാരും 3 എണ്ണം വെള്ളക്കാരുമാണ്. ആണോ? പിന്നെ 7-ാമത്തെ ആളെന്ന് പറയുമ്പോൾ ഇവൻ തന്നെയല്ലേ? ആലോചിച്ച് നോക്ക്, 1-ാമത്തെ ആള് തന്നെ റിപ്പീറ്റ് വരുമല്ലേ? ആണോ? മഞ്ഞക്കാര് തന്നെ. അപ്പൊ അതേപോലെ ഇതിൻ്റെ അകത്തിൽ 25 പേര് വരിക എന്ന് പറയുമ്പോൾ
24 ആണെങ്കിൽ 12 എണ്ണം ആദ്യത്തെ അവന്മാരും 12 എണ്ണം രണ്ടാമത്തെ അവന്മാരുമാണ്. അപ്പൊ 24 ആവും. 25ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന 4ന്റെ ഈ സമാന്തര ശ്രേണിയുടെ 4ന്റെ ആളല്ലേ, മഞ്ഞയിലുള്ള ആളല്ലേ വരിക, 25. ഓക്കെ, അപ്പോ 4, 8, 12 എന്ന് പറയുമ്പോൾ 13ാമത്തെ ആളെ കണ്ടുപിടിക്കണം ഈ ശ്രേണിയുടെ. ഇത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഇത് 4ന്റെ ഗുണിതമാണ്. 4ന്റെ 13ാമത്തെ ആളെയാണ് വേണ്ടത്. 13ാമത്തെ ഗുണിതം 4 × 13 52 എന്ന രീതിയിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ ശ്രേണി മാത്രം ചിന്തിച്ചാൽ ഇതൊരു AP ആണ്. ഈ APയുടെ 13ാമത്തെ ആളെ കാണണം. APയുടെ 13ാമത്തെ ആളെന്ന് പറഞ്ഞാൽ A+12D ആണ്. A എന്ന് പറഞ്ഞാൽ 4 ആണ്. 12 × D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ആണ്. ഇത് 48 ആണ്. 48 4 ചേർത്ത് 52 ആണ്. ഓപ്ഷൻ സി ആണ്, സെറ്റ് ആണ്. 2023 ഡിഗ്രി മീൻസ്. അടുത്ത ചോദ്യം 2023 ചോദിച്ച ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ആൻ അരിതമെറ്റിക് പ്രോഗ്രഷൻ ആർ 144 and 300 റെസ്പെക്റ്റീവ്ലി. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 144 ആണ്. പിന്നെ അവസാന പദം 300 ആണ്. ആദ്യ പദം 144 ആണ്. അവസാന പദം 300 ആണ്. ആൻഡ് കോമൺ റേഷ്യോ ഈസ് 3. മക്കളെ, കോമൺ റേഷ്യോ അല്ല, ഈ വാക്ക് തെറ്റാണ്. കോമൺ ഡിഫറൻസ് എന്നാണ് പറയുക. അവർ തന്നിരിക്കുന്നത് കോമൺ റേഷ്യോ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുവന്നത്. കാര്യം കോമൺ റേഷ്യോ വരുന്നത് ജോമെട്രിക് പ്രോഗ്രഷനാണ്. സമഗുണിത ശ്രേണിക്കാണ് കോമൺ റേഷ്യോ വരിക. നമുക്ക് APക്ക് വരുന്നത് കോമൺ ഡിഫറൻസും GPക്ക് വരുന്നതാണ് കോമൺ റേഷ്യോയും. അപ്പോൾ ഇത് എഴുതിയപ്പം മാറിപ്പോയതാണ്. അപ്പോൾ അവരുടെ കോമൺ ഡിഫറൻസ് 3 ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രഷനിൽ എത്ര പേരുണ്ട്? ശരിക്കും പറഞ്ഞാൽ APയുടെ ആദ്യത്തെ ക്ലാസ്സിൽ തരേണ്ട ചോദ്യമാണ്. പിന്നെ അന്ന് ഞാനിത് മിസ്സാക്കിയോണ്ട് ഇത് ഇപ്പൊ കൊണ്ടുവരുന്നേ ഉള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സമാന്തര ശ്രേണിയിൽ ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് പ്രോഗ്രഷൻ. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു സാധനമാണ്, ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ് കാണാൻ നമ്മൾ പഠിച്ചു. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. മലയാളത്തിൽ അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. ഇംഗ്ലീഷിൽ ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്ന് കാണാൻ, നമ്പർ ഓഫ് ടേംസ് കാണാൻ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ D+1. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം +1. അപ്പോഴേ നമുക്ക് മനസ്സിലായി അവസാന പദം എന്ന് പറയുന്നത് 300 മൈനസ് ആദ്യ പദം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 144 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ്. കോമൺ റേഷ്യോ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്ന, മിസ്റ്റേക്ക് ആണ്. കോമൺ ഡിഫറൻസ് 3 +1. ഈ +1 കൂട്ടാൻ എല്ലാവരും മറന്നു പോകും, നിങ്ങൾ മറക്കരുത്. +1 കാര്യം +1 ഇല്ലാത്ത ഉത്തരവ് ഓപ്ഷനിൽ കാണും, മറ്റേതും കാണും. 300-ൽ നിന്ന് 144 പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 300-ൽ നിന്ന് 144 പോയാൽ 156 ആണ്. 156/3 +1. 156-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 52 വരും. 52 3 കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം 53 ആണ്. 53 ഓപ്ഷൻ A ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്, മുമ്പോട്ട് പോകാം. ഒന്നുകൂടെ പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യ പദവും തന്നു, അവസാന പദവും തന്നു. 144-ഉം 300-ഉം. അവരുടെ കോമൺ ഡിഫറൻസ് തന്നു 3. നമുക്ക് ആ സമാന്തര ശ്രേണിയിൽ നമ്പർ ഓഫ് ടൈംസ് n കാണണം. വീണ്ടും പറയുന്നു, ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം, തുകയല്ല എണ്ണം. നമ്പർ ഓഫ് ടൈംസ് കാണാൻ എണ്ണം, നമ്പർ ഓഫ് ടൈംസ് കാണാൻ അവസാന പദം 300 മൈനസ് ആദ്യ പദം 144 ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം 3 +1. 300-ൽ നിന്ന് 144 പോകുമ്പോൾ 156/3 +1. 156-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 52. 1 കൂട്ടാൻ മറന്നു പോകല്ലേ, 53. സെറ്റാണ് ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ ചെയ്തു നോക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു ക്ലാസ് കൂടെ ആവുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പൂർണ്ണമായും കഴിയുകയാണ്. അരിതമെറ്റിക് പ്രോഗ്രഷന്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ നല്ല വ്യക്തമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്, പഠിച്ചു മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, മുമ്പേ പറഞ്ഞതാണ്, എന്നാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ അരിതമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ പഠിച്ചു തീർത്ത ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ടിനായിട്ട് ഞാൻ ഇടാം. അതും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക, സെറ്റ് ആവുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരിതമെറ്റിക് പ്രോഗ്രഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു PDF കൂടെ ഞാൻ അവിടെ ഇട്ടേക്കാം. അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കാണ്. തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.